ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് കിച്ചണിലായിരുന്നു. അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത് മട്ടൻ കറിയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഒരു മട്ടൻ കറിയും അതുപോലെ തന്നെ മട്ടൻ റോസ്റ്റും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പുറകെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയും ഇടിയപ്പവും ഒക്കെ ഞാൻ ടേബിളിലേക്ക് എടുത്തു വെച്ചു. പിന്നെ നമുക്ക് ചായയും റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഐറ്റംസ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 2 ഇടിയപ്പവും അതുപോലെ തന്നെ 1 കപ്പ് ചായയും പിന്നെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കറിയുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ രീതിയിൽ ഞാൻ വെച്ച എൻ്റെ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്തോളാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ഒരു സെമി ഗ്രേവിയിലാണ്. ഒരുപാട് ഗ്രേവി ചേർത്തിട്ട് ലൂസാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും ആവശ്യത്തിന് സവോളയും തക്കാളിയും ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ പൊടികളായിട്ട് ഓൾമോസ്റ്റ് എല്ലാ പൊടികളും തന്നെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ മട്ടൻ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കും. അതിനുശേഷം വഴട്ടലും സ്ലോ കുക്ക് ചെയ്ത് വെക്കലും എല്ലാം പിന്നെ പാനിലേക്ക് മാറ്റിയതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സെമി ഗ്രേവി മട്ടൻ കറിയും അതുപോലെ തന്നെ മട്ടൻ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ മീറ്റ് മാത്രമല്ല ബോണോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് ചായയും കൂടെ ചേർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മട്ടൻ കറിയുടെ കൂടെ പത്തിരി, നൈസ് പത്തിരി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നൈസ് പത്തിരിയുമായിട്ടുള്ള നമ്മുടെ മട്ടൻ കറി അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയിൽ അത് ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ നൈസ് പത്തിരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടിയപ്പം വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. ഇനി അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് ഒരു ആപ്പിൾ. ഈ ആപ്പിൾ എന്ന് പറയുന്നത് നല്ല മധുരമുള്ള വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി ആപ്പിൾ. അപ്പോൾ ആപ്പിളൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ അത്യാവശ്യം കുക്കിങ് ഉള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ ആണെങ്കിലും നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം രാവിലെയും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ അത്യാവശ്യം കുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചിന് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചിക്കൻ ദം ബിരിയാണി, ബിരിയാണി കഴിച്ചിട്ട് കുറേയായി. അപ്പോൾ ഒരു ചിക്കൻ ദം ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല പോർഷനുണ്ട്. അപ്പോൾ എനിക്കും സാറായിക്കും ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഈ ഒരു ബിരിയാണി തന്നെ ബാക്കിയാണ്. അപ്പോൾ ആദ്യം വലിയൊരു പ്ലേറ്റിലേക്ക് കംപ്ലീറ്റ് ബിരിയാണി തട്ടി അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി എടുത്ത് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് ഇവരുടേത്. സ്മോൾ ഗ്രെയിൻ റൈസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി. അതിനുശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് സാറ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഒരു പാൻ കേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണേലും പാലും അതുപോലെ തന്നെ മുട്ടയും മൈദയും ഒക്കെ ചേർത്ത് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ട് സാറായിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാൻ കേക്ക് റെഡിയാക്കി എടുത്തു. പിന്നെ അത് നല്ല ചൂട് പാൻ കേക്ക്. അപ്പോൾ ബട്ടർ മുകളിൽ വെച്ചപ്പോഴത്തേനും അതങ്ങ് മെൽറ്റായിട്ട് ഒഴുകുകയാണ്. കാരണം ചൂട് കാരണം ബട്ടർ മുകളിൽ ഇരിക്കുന്നില്ല, അങ്ങ് തെന്നി പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഹണി, വളരെ നാച്ചുറലായിട്ടുള്ള കുറച്ച് ഹണി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഹണിയും അതുപോലെ തന്നെ ബട്ടറും ഒക്കെ ചേർത്തിട്ട് മക്കൾക്ക് പാൻ കേക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ അറിയാതെ കട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പാൻ കേക്കും കൂടെ എക്സ്ട്രാ റെഡിയാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെറിയ ഒരു ഗ്ലാസ് ബൗളിലോട്ടാക്കിയിട്ട് അടുക്കി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഹണിയും അതുപോലെ തന്നെ ബട്ടറും ഇട്ടിട്ട് അതും കൂടി ചേർത്ത് നമ്മൾ കഴിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് ഇതായിരുന്നു. കുറച്ച് പാൻ കേക്ക്, അത്
അത് ഞാൻ വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള പാൻ കേക്കൊന്നും അല്ല. സാറ് ആഗ്രഹം പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഒരു ചെറിയ രീതിയിലുള്ള പാൻ കേക്ക് റെഡിയാക്കി, അത്രേ ഉള്ളൂ. അത്യാവശ്യം പിന്നെ ആ ഒരു ഹണിയും ബട്ടറും എല്ലാം കൂടെ ചേർത്ത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പം മക്കൾക്കൊക്കെ പാൻ കേക്കൊക്കെ വേണം ആഗ്രഹമൊക്കെ പറയുമ്പോഴത്തേനും ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി നമുക്ക് വീട്ടിൽ റെഡിയാക്കി കൊടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള, സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനും വൈകുന്നേരം മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം രാത്രിയായപ്പോൾ ഞാൻ ഈ ഒരു മട്ടൺ റോസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരുപാട് റെസിപ്പിയും കുക്കിങ്ങും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ റോസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തത് മട്ടൻ കറി ആയിട്ടാണ്. കുറച്ച് ഗ്രേവി നീട്ടിയിട്ട്, ഇതെന്ന് പറയുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ കംപ്ലീറ്റ് ആ മട്ടൻ്റെയും അതുപോലെ തന്നെ സവാളയുടെയും ടൊമാറ്റോയുടെയും ഓണിയൻ്റെയും ഒക്കെ വെള്ളം ഇറങ്ങി സ്ലോ കുക്ക് ചെയ്ത് ഒരു 1.5 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് അങ്ങനെ തന്നെ റെഡിയായി വരുന്ന മട്ടൻ റോസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ റോസ്റ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ മട്ടൻ റോസ്റ്റ് കഴിക്കുന്നത് വീറ്റ് ബ്രെഡിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇക്കായ്ക്ക് ഞാൻ കൊടുത്തത് പുട്ടും മട്ടൻ റോസ്റ്റും ആയിരുന്നു. ഇക്കായ്ക്കും മക്കൾക്കും ഒക്കെ. എനിക്കെന്തോ പുട്ട് കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനിപ്പോൾ കുക്കിങ്ങിലാണ്, നമ്മുടെ മട്ടൻ റോസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ സവോളയും അതുപോലെ തന്നെ ഉള്ളിയും ഒക്കെ നല്ല വെന്ത് അലിയണം. അപ്പം വെന്ത് അലിഞ്ഞിട്ട് നമ്മൾ കാണാൻ പറ്റാത്ത പരുവത്തിന് ആവണം. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുറേ നേരം സ്ലോ കുക്ക് ചെയ്ത് നല്ല കോക്കനട്ട് ഓയിൽ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ റോസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുക്ക് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അപ്പോൾ ലേറ്റ് ആയപ്പോഴത്തേനും എനിക്ക് പിന്നെ പുട്ടും കൂട്ടിയിട്ട് മട്ടൻ റോസ്റ്റ് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിന്നറിന് വേണ്ടി ഒരു 2-3 വീറ്റ് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ വീറ്റ് ബ്രെഡും അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആയില്ലായിരുന്നു. ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ വിശന്നത് കൊണ്ട് അങ്ങ് എടുത്ത് കഴിക്കുകയാണ് ഡിന്നർ. കാരണം ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ആകാൻ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഡിന്നർ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഡിന്നർ ഒരുപാട് ലേറ്റായിട്ട് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാനിതാ എൻ്റെ മട്ടൻ റോസ്റ്റ് എടുത്ത് കഴിക്കുകയാണ്. അത് ഇനിയും അത് മീറ്റ് എല്ലാം അത്യാവശ്യം വെന്തു. ഇനി സവോളയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്തലിയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. എൻ്റെ മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേജും ഒക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുക്കിംഗ് ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പം അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഹോംലി ഡിലീഷ്യസ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മട്ടൻ കറിയുടെ റെസിപ്പി അല്ലെങ്കിൽ എൻ്റെ മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് വീറ്റ് ബ്രെഡും മട്ടൻ റോസ്റ്റും കൂട്ടിയിട്ട് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സൂപ്പർ കോമ്പിനേഷനാണല്ലോ നമ്മുടെ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി എന്നൊക്കെ പറയുന്ന ബ്രെഡുമായിട്ട് സൂപ്പർ കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഡിലീഷ്യസ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അതുപോലെ തന്നെ ഈവനിങ്ങിലുള്ള നമ്മുടെ തട്ടിക്കൂട്ട് സ്നാക്ക് ഐറ്റംസും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.